ഹലോ എവ്രി വൺ. ജൂലൈ 4 മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു ദിവസം, നമ്മുടെ ജനപ്രിയ നായകന്റെ ദിവസം അല്ലേ ചേട്ടാ? ജനപ്രിയ നായകന്റെ ഹിറ്റുകളുടെ ദിവസമാണ് ജൂലൈ 4, ഗോൾഡൻ ഡേ ഓഫ് ദിലീപ്. അപ്പൊ ഈ ജൂലൈ 4 എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന സിനിമ, ആദ്യത്തെ സിനിമ ശരിക്ക് പറക്കും തളിക. അതെ, എന്താ എപ്പ കണ്ടാലും നമ്മുടെ ആ ചിരി വിരുന്നത് താമരാക്ഷൻ പിള്ളയും. അതെ, അവരുടെ ആ ഒരു ബസ്സും ശരിക്കും 2001 പറക്കും തളിക റിലീസ് ചെയ്യുന്നത്. ശരിക്കും 2001 ഒരു വയസ്സ് 2001 എന്ന് പറയുന്ന വർഷം ശരിക്കും അന്ന് മലയാള സിനിമയ്ക്ക് ഇത്തിരി മോശം സമയമാണ്. അന്ന് അധികം ഹിറ്റുകളൊന്നും ഇല്ലാതെ ഇരുന്നിരുന്ന ഒരു സമയത്താണ് വളരെ എന്താ പറയാ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഹിറ്റ്. അതായത് അങ്ങനെ വലിയ പ്രതീക്ഷ ദിലീപ് അന്ന് അങ്ങനെ വൻ സ്റ്റാർ ഒന്നും അല്ല. അപ്പൊ എനിക്കൊന്ന് തെങ്കാശിപ്പട്ടണം കഴിഞ്ഞ് 2001 തുടക്കം, ആ സമയത്താണ് ദോസ്ത് റിലീസ് ആവുന്നത്. 2001 ഫെബ്രുവരിയിലാണ് ദോസ്ത് റിലീസ് ആവുന്നത്. ദോസ്ത് കഴിഞ്ഞിട്ട് പിന്നെ ദിലീപിന് ഒരു 3-4 മാസം സിനിമ ഒന്നും ഇല്ലാത്ത സമയത്താണ് ഈ പറക്കും തളിക ഒരു മഴക്കാലത്ത് ജൂലൈ 4 റിലീസ് ആവുന്നത്. അത് ഈ പറഞ്ഞ പോലെ താഹ ഡയറക്ടർ അത്ര വലിയ ഡയറക്ടർ ഒന്നുമല്ല. ഹിറ്റ് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്, വാരബലം പോലത്തെ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ റൈറ്റർ VR ഗോപാലകൃഷ്ണൻ, ഈ പറഞ്ഞ നമ്മളെ വന്ദനം പോലത്തെ സിനിമകളുടെയൊക്കെ റൈറ്റർ. അപ്പോൾ ദിലീപ് ഹരിശ്രേഷോകൻ ഒരു സിനിമ ഇറങ്ങുന്നു എന്നുള്ള ഒരു ആവറേജ് പോകുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഇറങ്ങുന്നു. അന്ന് ആ ഒരു മഴക്കാലത്ത് ഉണ്ടായിരുന്ന ഒരു കളക്ഷൻ, ശരിക്ക് ആ വർഷത്തെ ഏറ്റവും വലിയ കളക്ഷൻ ശരിക്കും രാവണപ്രഭുവാണ്. 2001 ഓണത്തിന് റിലീസ് ചെയ്ത രാവണപ്രഭുവാണ് ശരിക്കും ആ വർഷത്തെ ഏറ്റവും വലിയ കളക്ട് ചെയ്ത സിനിമ. പക്ഷെ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കിയ സിനിമ അന്നത്തെ റിപ്പോർട്ടിൽ പറക്കും തളികയായിരുന്നു. പക്ഷെ അത് അങ്ങനെ അല്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം എവിടെ നോക്കിയാലും കോമഡി, ഒരാള് വരുന്നു അടുത്ത ആള് കൗണ്ടർ അടിക്കുന്നു. സ്ലാപ്സ്റ്റിക് കോമഡി ശരിക്ക് അതിനു മുമ്പ് പറക്കും തളിയാണ് ശരിക്കും ആ ഒരു ട്രെൻഡ് കൊണ്ടുവന്നു പറയാം. കാരണം അതിൽ നമ്മളിപ്പോ ശ്രദ്ധിച്ചാൽ ഒരു ലോജിക്കും ഇല്ല. അതിൽ ആ കൊച്ചിൻ ഹനീഫയുടെ വീട്ടിൽ പോയിട്ടുള്ള ആ ടോം ആൻഡ് ജെറി കളിയൊക്കെ ഉണ്ടല്ലോ, അത് സ്ലാപ്സ്റ്റിക് സാധനം. അതിനു മുമ്പ് പഞ്ചാബി ഹൗസും തെങ്കാശിപ്പട്ടണം പോലത്തെ സിനിമകളൊക്കെ ഈ ആൾമാറാട്ട കളികളൊക്കെ ഉണ്ടെങ്കിൽ പ്യുവർ സ്ലാപ്സ്റ്റിക് സാധനം ഈ പറക്കും തളികയിലാണ് വരുന്നത്. എനിക്ക് തോന്നുന്ന ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ ഞാൻ പൊതുവെ മലയാളം മൂവീസിൽ നമ്മള് സിറ്റുവേഷണൽ കോമഡീസ് കൂടുതലാണ്. പക്ഷെ ഇപ്പൊ ഈ കൊച്ചിൻ ഹനീഫയുടെ വീട്ടിൽ പോകുന്നു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മള് നോക്കുകയാണെങ്കിൽ നമ്മുടെ ചാർലി ചാപ്ലിൻ മൂവീസിലൊക്കെ നമുക്ക് ആയിക്കോളും. അങ്ങനത്തെ സാധനം നമ്മുടെ മലയാളം മൂവീസിൽ ഇത് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഇപ്പൊ പറക്കും തളികയ്ക്ക് ശേഷം ഉണ്ടോന്ന് ചോദിച്ചാല് അങ്ങനെ നോട്ടബിൾ ആയിട്ട് നമ്മുടെ മനസ്സിലിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സീൻസും ഇല്ല. പക്ഷെ ആ പറക്കും തളികയുടെ എപ്പ കണ്ടാലും അല്ലെങ്കിൽ ആ ഒരു സീൻ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ആ ഒരു സീൻ ഭയങ്കരമായിട്ടൊരു ഫേവറേറ്റ് ആണ്, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു സീൻ. അപ്പൊ നമ്മൾ പൊതുവെ മലയാളം ഓഡിയൻസ് ലോജിക് ആൾക്കാരാണല്ലോ. പക്ഷെ ലോജിക് ഒന്നും നോക്കാണ്ട് ആ സീന് അത്ര അടിപൊളിയായിട്ട് വെച്ചേക്കാണ്. കാരണം ദിലീപിന് കുട്ടികൾ ഫാൻസ് ആയ സിനിമ ശരിക്കും പറക്കും തളികയാണ്. പറക്കും തളികയുടെ അതായത് അതൊരു വൻ വിജയമായിട്ട് എനിക്ക് തോന്നുന്നു. ജൂലൈയിൽ റിലീസ് ചെയ്തിട്ട് ആ ഓണത്തിനും തിയേറ്ററുകളിൽ ഉണ്ടായിരുന്നത്. അന്ന് പിന്നെ ഈ BC, അതായത് A സെന്റേഴ്സിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ Bയില്, പിന്നെ ഈ ഗ്രാമപ്രദേശങ്ങളിൽ പഴയ ഓലപ്പുര തിയേറ്ററുകളൊക്കെ ഉള്ള ഒരു സമയമാണല്ലോ. Cയിലോടും അങ്ങനെ ഓടി 300 ദിവസമൊക്കെ ഓടുന്ന ഒരു കാലമാണ് അന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ ചിലപ്പോൾ Aനെക്കാട്ടും കൂടുതൽ Bന്നും Cന്നും കിട്ടുന്ന ഒരു സമയം. അങ്ങനെ ആളുകൾ ഇടിച്ചു കയറി കണ്ട സിനിമയാണ് പറക്കും തളിക. ഈ പറക്കും തളിക അത് കേട്ടത് എനിക്ക് തോന്നുന്നു തമിഴും തെലുങ്കിലൊക്കെ പല ഭാഷകളിലൊക്കെ നമ്മൾ മുമ്പ് ഒരിക്കലും നമ്മൾ നടൻ മുരളി, തമിഴ് നടൻ മരിച്ചുപോയി മുരളി, അഥർവ മുരളിയുടെ അച്ഛൻ മുരളിയാണ് സുന്ദര ട്രാവൽസ് എന്ന് വരുന്നത്. വടിവേലുമാണ് അതില് ഹരിശ്രേഷോകന്റെ റോൾ കണ്ടിട്ടുണ്ട്. അത് മാത്രല്ല ഈ പറക്കും തളികയില് ഏറ്റവും പറഞ്ഞാല് ബസ്സും ഒരു ക്യാരക്ടറാണ്. അതും ഞാൻ അങ്ങനെ അതായത് ഒരു ബസ്സിന്റെ അകത്ത് ഇത്രയധികം സീൻസ് ഷൂട്ട് ചെയ്ത വേറെ സിനിമയില്ല. അതൊരു എലമെന്റ് ഒക്കെ നമുക്ക് പൊതുവെ ഒരു എലമെന്റ് വെച്ചിട്ടൊരു മലയാളം മൂവീസും പോകുന്ന കൺവെൻഷൻ. ഒരു മോഡേൺ ടൈംസിൽ കുറെ മൂവീസ് അങ്ങനെ വരുന്നുണ്ട്. പക്ഷെ ഒരു ബസ് ഒരു എലമെന്റ് ആണ്. ബസ്സിന്റെ കോമഡിയും ബസ് ഉണ്ടാക്കുന്ന ആ പുക, മറ്റേ കല്യാണത്തിന്റെ ഒരു ലോജിക്കും ഇല്ല അതിലൊക്കെ. പക്ഷെ ഒരു ബസ് എലമെന്റ് ആക്കാന്ന് പറയുന്നത് ഈ മൂവിയുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് ഈ പറഞ്ഞ ദിലീപിന് ഒരു ശരിക്കും ദിലീപിന്റെ ഒരു ആദ്യത്തെ ഒരു സോളോ ഹിറ്റ് എന്ന് പറയാൻ തോന്നുന്നു. കാരണം അതിന് മുമ്പ് തെങ്കാശിപ്പട്ടണം ഒക്കെ ഉണ്ടെങ്കിൽ വേറെയും സുരേഷ് ഗോപിയുണ്ട്, ദോസ്തില് കുഞ്ചാക്കോവിനുണ്ട്, പിന്നെ ഡാർലിംഗ് അങ്ങനെ കുറച്ച് സിനിമകൾ ഉണ്ടെങ്കിലും ഒരു സോളോ വിനീത് ഉണ്ട്. ദിലീപ് ശരിക്കും വില്ലനാണ്. അത് ശരിക്കും ദിലീപിന്റെ ഒരു എന്താ പറയാ ഒരു ഹിറ്റുകൾ ശരിക്കും ഒരു തിരിച്ചു വരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോക്കറാണ്. ജോക്കറിനാണ് തുടങ്ങുന്നത്. ജോക്കർ, ഡാർലിംഗ്, തെങ്കാശിപ്പട്ടണം, ദോസ്ത്, പറക്കും തളിക. പറക്കും തളിക എത്തിയപ്പോ ആദ്യത്തെ സോളോ ഹിറ്റ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഇത് ജൂലൈ 4 ഇറങ്ങി. തൊട്ടടുത്ത വർഷം 2002 ജൂലൈ 4 ദിലീപിനെ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ ലെവലിൽ വരെ എത്തിയ പടം മീശ മാധവൻ.
അതായത് എല്ലാ റെക്കോർഡും വേറെ ലെവൽ. വേറെ ലെവലാണ്. മീശമാധവനെ കുറിച്ച് പറയുന്ന സമയം ഉണ്ടെങ്കിൽ, അതായത് മീശമാധവന്റെ സമയത്ത് ദിലീപിന്റെ ഇത്തിരി മോശം സമയം വേറെ തരില്ല. ദിലീപിന് അന്നൊരു ഈ ഒരു പ്രൊഡ്യൂസേഴ്സിനായിട്ട് ഒരു കേസും കാര്യങ്ങളൊന്നും, പ്രൊഡ്യൂസർ അസോസിയേഷൻ ദിലീപിനെ വിലക്കി 2 വർഷത്തേക്ക് ദിലീപിന്റെ സിനിമകളൊന്നും വേണ്ടെന്ന് പറഞ്ഞ ഒരു സമയത്താണ് ഇതിന്റെ ഷൂട്ട് നടക്കുന്നത്. അതും ഈ മീശമാധവനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്, അതിന് തൊട്ട് മുമ്പ് ലാൽ ജോസിന് 2ാം ഭാവം ഫ്ലോപ്പായി നിൽക്കുക. അപ്പൊ ലാൽ ജോസ് ദിലീപ് ഫ്രണ്ട്സ് ആണ്. ചന്ദ്രനിൽ ദിക്കിൽ സിനിമ അവർ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ലാൽ ജോസ് ചെയ്ത 2ാം ഭാവം ഫ്ലോപ്പായി. ലാൽ ജോസ് ഇതൊക്കെ നിർത്തി. ലാൽ ജോസിന് അച്ഛൻ വരെ പറഞ്ഞു വിദേശത്തെങ്ങാനും ജോലിയൊക്കെ നോക്കിക്കോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ദിലീപാണ് പറഞ്ഞിട്ട് പറഞ്ഞത്, നീ എന്നെ വെച്ചൊരു പടം പ്ലാൻ ചെയ്തോ, നമുക്ക് എന്താന്ന് വെച്ചു കഥ ആലോചിച്ചോ എന്ന് പറഞ്ഞപ്പോ ലാൽ ജോസും അതിന്റെ റൈറ്റർ രഞ്ജൻ പ്രമോദും, നമ്മുടെ ഈ 2ാം ഭാവത്തിന്റെ റൈറ്റർ, ഇവർ രണ്ടുപേരും നിലമ്പൂർക്ക് ഒരു ട്രിപ്പ് പോയി. കാരണം ഇവര് ഫുൾ ബ്ലാങ്ക് ആണ്. ഇവരൊരു ഫ്ലോപ്പ് കിട്ടി, എല്ലായിടത്തും ചീത്തവിളി, 2ാം ഭാവം പൊട്ടി നിൽക്കുന്നു. അപ്പൊ ഇവര് നിലമ്പൂര് പോയിട്ട്, നിലമ്പൂര് ലാൽ ജോസിന്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെ താമസിക്കുന്ന സമയത്ത് ആ ഒരു ഫ്രണ്ട് പറഞ്ഞ നിലമ്പൂര് ഉണ്ടായിരുന്ന ഒരാളുടെ കഥ, ഒരു കള്ളന്റെ ഒരു ജീവിതം പറഞ്ഞു. അതിൽ കുറെ ട്രാജഡിയാണ് ശരിക്കും. പക്ഷെ ഇവർക്ക് ആ നാട്ടുകാർക്കൊക്കെ സ്നേഹിക്കുന്ന ഒരു കള്ളൻ എന്ന് പറയുന്ന ആ ഒരു ഇൻസിഡന്റ് എലിമെന്റ് കിട്ടി. അത് വെച്ച് ഇവര് ഡെവലപ്പ് ചെയ്തിട്ടാണ് മീശമാധവനിലേക്ക് കിടന്നത്. ഓ ശരിക്കും കഥ വരുന്ന വഴി അതാണ് ലാൽ ജോസ് പറഞ്ഞ. ലാൽ ജോസിന് കഥയൊന്നും ഇവിടുന്ന് കിട്ടാണ്ട് ഇവര് വണ്ടിയിൽ ഇങ്ങനെ പിടിച്ചു നിലമ്പൂരെത്തി. അവിടെ ഒരു ക്ലബ്ബിൽ ഇരുന്ന ഒരു ഫ്രണ്ടിനായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ അയാൾ പറഞ്ഞ ഒരു ത്രെഡ്, അയാൾ പറഞ്ഞ ഒരാള് കള്ളൻ വീട്ടിലെ പ്രാരബ്ധം കാരണം ചെറുപ്പത്തിൽ ചേട്ടനെയോ അനിയന്മാരെ പഠിപ്പിക്കാൻ വേണ്ടി കള്ളനായി അവസാനം ഇയാള് ആത്മഹത്യ ചെയ്തതാണ് ആ കള്ളൻ. കാരണം ഇയാൾ നല്ലവനായിട്ടും ഇയാളെ വീണ്ടും കള്ളനായിട്ട് മുദ്ര കുത്തിയപ്പോൾ ഇയാൾ ആത്മഹത്യ ചെയ്തപ്പോൾ ഇവർക്ക് ആ നാട്ടുകാരെ സ്നേഹിക്കുന്ന കള്ളൻ, അനിയനെ പഠിപ്പിക്കാൻ വേണ്ടി കള്ളനായി എന്ന് പറഞ്ഞ ആ ഒരു എലിമെന്റ് ലാൽ ജോസ് എടുത്തു. അന്ന് ഡെവലപ്പ് ചെയ്തിട്ടാണ് ഇവര് പോയത്. അത് നമുക്കറിയാം. ഇന്ദ്രജിത്തിന് വില്ലനായിട്ട് വരുന്നു. പാട്ടുകള്, വിദ്യാസാഗറിന്റെ പാട്ടുകള് ഒന്നും പറയില്ല. കാരണം ആ സിനിമയുടെ ആ പേര് തന്നെ ഭയങ്കര അട്രാക്റ്റീവ്. മീശമാധവൻ. ഇവര് ആദ്യം ദിലീപിന്റെ അടുത്ത് പോയിട്ട് ആ മീശമാധവൻ എന്നുള്ള പേരാണ് പറഞ്ഞത്. എന്നിട്ട് ഇവരൊരു ടൈറ്റില് ഒരു വരച്ചിട്ടാണ് ലാൽ ജോസ് കാണിച്ചത്. അപ്പൊ തന്നെ ദിലീപ് അതില് ഓക്കെ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞ്, പിന്നെ ആ സിനിമ ചരിത്രമായി. നമുക്കതിന് അതിലെ വിദ്യാസാഗറിന്റെ പാട്ടുകൾ, കാരണം അതുവരെ മലയാള സിനിമയുടെ ഒരു പാറ്റേൺ അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതില് ദിലീപിന് 3 ഇൻട്രോയാണ് അതില് ശരിക്ക്. അതായത് ലാൽ ജോസിന്റെ പറഞ്ഞിട്ടുണ്ട് ആദ്യം കുട്ടിക്കാലം, അത് കഴിഞ്ഞ് മറ്റേ ബിൻലാദനും ബുഷുമായിട്ട് ജഗതി ദിലീപിന്റെ ഒരു ഇൻട്രോ, ഇത് കഴിഞ്ഞ് പിന്നെ ദിലീപിന്റെ സ്വപ്നം കണ്ട് എണീക്കുന്ന വേറെ. അതായത് ദിലീപിന് തന്നെ ആ മാധവന്റെ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെന്റ് തന്നെ ഉണ്ട് ആ സിനിമയിൽ കുറെ. പിന്നെ ആ സിനിമയിൽ കുറെ സീൻസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ലാൽ ജോസ് പറഞ്ഞ 3-3.25 മണിക്കൂർ ഉണ്ടായിരുന്നു, അതൊന്ന് കുറെ കട്ട് ചെയ്ത് കളയേണ്ടി വന്നു. അന്ന് പിന്നെ ഇന്നത്തെ പോലെ ഡിലീറ്റഡ് സീൻസ് യൂട്യൂബിൽ ഇടുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പൊ ലാൽ ജോസ് പറഞ്ഞു ഇപ്പൊ 3 മണിക്കൂർ സിനിമക്ക് ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ കുറവാണ്. പണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഇറങ്ങിയത്. ഇപ്പോഴും ഇറങ്ങുന്നുണ്ട്, ചില സിനിമകളൊക്കെ ഇറങ്ങുന്നുണ്ട്. അതിൽ ലാൽ ജോസ് പറഞ്ഞൊരു കാര്യമുണ്ട്. അന്ന് ആ ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് ആദ്യത്തെ ഷോ കഴിഞ്ഞ് 2ാമത്തെ ഷോ കഴിഞ്ഞപ്പോ ആരൊക്കെയോ ദിലീപിനെയൊക്കെ വിളിച്ചു പറഞ്ഞു സിനിമ ഭയങ്കര ലാഗാണ്. അപ്പൊ ഓൾറെഡി ഇവര് കട്ട് ചെയ്തിട്ട് 2.25 മണിക്കൂറായിട്ട് ഇറക്കിന. അതിൽ തന്നെ നമ്മൾ ഇപ്പൊ കാണുന്ന അതിലെ ഒരു ഫൈറ്റില് കുറച്ച് തമിഴന്മാരെ കൊണ്ടുവന്നിട്ട് കാവ്യമാധവൻ ദിലീപിനെ അടിക്കുന്നത്, അപ്പൊ അത് സലീംകുമാർ അതിന്റെ ഇടയ്ക്ക് വരുന്നു. ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോ ആരൊക്കെ ദിലീപിനെ വിളിച്ചു പറഞ്ഞു അതിലെ കുറെ സീൻസ് ഒക്കെ ലാഗാണെന്ന് പറഞ്ഞു. അപ്പൊ ലാൽ ജോസിന്റെ അടുത്ത് ദിലീപ് പറഞ്ഞത് കട്ട് ചെയ്ത് കളയെന്ന് പറഞ്ഞപ്പോ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് ലാൽ ജോസ് കട്ട് ചെയ്യുമ്പോ തിരുവനന്തപുരത്തെ തിയേറ്ററിൽ ഓപ്പറേറ്റർ പറഞ്ഞു നിങ്ങൾ ഇതിൽ 1 മിനിറ്റ് പോലും കട്ട് ചെയ്യണ്ട, ഇത് എല്ലാ ആൾക്കാരും എൻജോയ് ചെയ്യാണ്. ഇയാള് പറയാ ഇത് നിങ്ങൾ ഇതിൽ 10 മിനിറ്റ് കട്ട് ചെയ്താൽ എനിക്ക് അത്ര നേരത്തെ വീട്ടിൽ പോവാം, എനിക്ക് ഗുണമാണ്. പക്ഷെ ഞാൻ പറയുന്നു ഇത് നിങ്ങൾ കട്ട് ചെയ്യരുത്. കട്ട് ചെയ്തില്ല. അതെ, ആ സിനിമ അത് 302 ദിവസമോ അങ്ങനെ, അത് 202 ദിവസം അങ്ങനെ എന്തോണം ആ സിനിമ. അതും നമുക്ക് അടിപൊളിയായിട്ടാണ്. ഇത് കഴിഞ്ഞിട്ട് അടുത്ത വർഷം, അതായത് ഈ 2 സിനിമകളും ജൂലൈ 4-ന് ഇവരറിയാതെ അങ്ങ് സംഭവിച്ചു പോയി. ഇത് കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് തോന്നി ജൂലൈ 4 ഭാഗ്യദിനമാണല്ലോ എന്നും പറഞ്ഞാണ് തൊട്ടടുത്ത വർഷം ദിലീപ് ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന അതുവരെയുള്ള ദിലീപിന്റെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് സിനിമയായ ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന CID മൂസ. അതിനെ പറ്റി പറയണ്ട അല്ലെ, CID മൂസ എന്ന് പറയുമ്പോ തന്നെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ അടുത്തൊരു ന്യൂസ് ഉണ്ടായിരുന്നു CID മൂസ 2ാമത് വരുന്നു എന്നൊക്കെ. അപ്പോഴും ആൾക്കാര് ഭയങ്കര വെയിറ്റിംഗ് ആണ്. CID മൂസ. പക്ഷെ അതെങ്ങനെയാന്ന് വെച്ചാൽ അതിലിപ്പോ ജഗതി അഭിനയിക്കുന്നില്ല, കൊച്ചിൻ നീഫ പോയി, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പോയി. അപ്പൊ CID മൂസയുടെ 2ാം ഭാഗം എന്ന് പറയാൻ പറ്റില്ലായിരിക്കും. ചിലപ്പോ ആ ഒരു ക്യാരക്ടർ വെച്ചിട്ടായിരിക്കാം പിന്നെ സംഭവിക്കാൻ പോകുന്നത്. ഇല്ല. അതൊക്കെ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. ഇപ്പൊ അതിലൊരു CID മൂസയില് ഓരോന്നിനും ഇപ്പോ ദിലീപിന് ഈ പറഞ്ഞ സിനിമയിലേക്ക് ഓരോ എലമെന്റ് ഉണ്ട്. ഒരെണ്ണത്തില് കള്ളനായിട്ട്, പിന്നെ CID മൂസയില് പ്രത്യേകത അർജുനും
ദിലീപും തമ്മിലുള്ള ഒരു കോംബോ ഭയങ്കരമായിട്ട് ആനിമൽസ് ആയിട്ട് ഇത്ര ഒരു അറ്റാച്ച്മെന്റ് കാണിക്കുന്ന വേറൊരു നടൻ നമ്മുടെ മലയാളത്തിൽ എനിക്ക് തോന്നുന്നു. ആ ഒരു ഫീല് നമുക്ക് കിട്ടും. ദിലീപിന് ഒരു സെൻസ് ആ സമയത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. കറക്റ്റ് പാക്കേജ് ആണ് ദിലീപിന്റെ ഒരു ഓഡിയൻസിനെ ദിലീപ് ഉണ്ടാക്കിയെടുത്തത്. കാരണം അതുവരെ ഇപ്പൊ മമ്മൂട്ടിന്റെ, മോഹൻലാല്, സുരേഷ് ഗോപി, ജയറാം ഒക്കെ ഉണ്ടെങ്കിൽ സംഭവം ജയറാമിന്റെ സ്പേസിലോട്ട് ദിലീപ് വന്നു എന്ന് പറഞ്ഞാൽ ദിലീപിന്റേതായ സിനിമകളാണ്. ഇപ്പൊ ജയറാം ഒരിക്കലും പറക്കും തെളിക പോലത്തെയോ CD മൂസ പോലത്തെയോ സ്ലാപ്സ്റ്റിക് സിനിമകളല്ല ജയറാം ചെയ്തത്. ജയറാം ഫാമിലി സിനിമകളാണ് ചെയ്തത്. അപ്പൊ നമ്മൾ കഥാനായകൻ പോലത്തെ സിനിമയൊക്കെ ചെയ്ത് ദിലീപിന്റേതായ ഒരു സ്പേസ് അന്ന് ഉണ്ടാക്കിയെടുത്ത് അതിലൂടെ വന്നിട്ടാണ് CD മൂസ. അതും എത്ര ഭാഷയിലേക്ക് എനിക്ക് തോന്നുന്നത് CD മൂസ ദിലീപിന്റെ ഒരു ഇച്ചിരി പൊങ്ങച്ച ക്യാരക്ടർ ഒക്കെ ആണല്ലോ. ആ ഒരു പൊങ്ങച്ചോ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഒന്നും എനിക്ക് വേറെ ആർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമുക്കത് ബോറടിപ്പിക്കാണ്ട് അല്ലെങ്കിൽ ഒരു ഓക്വേർഡ് ആവാണ്ട് നമുക്കത് വർക്ക് ചെയ്യുന്നുണ്ട് ആ ഒരു കോമഡീസ്. അത് ദിലീപിന്റെ കഴിവ് തന്നെയാണ്. ആ സിനിമ ഇപ്പൊ ഈ പറഞ്ഞ പോലെ മീശമാധവനെ പറക്കുന്നിലേക്ക് ഇറങ്ങുമ്പോഴൊന്നും ആദ്യത്തെ ദിവസങ്ങളൊന്നും വലിയ തിരക്കില്ല. ഞാൻ ഈ എല്ലാ സിനിമയും അന്ന് തിയേറ്ററിൽ ഞാൻ +2 പഠിക്കുന്ന സമയത്തൊക്കെയാണത്. എനിക്ക് CD മൂസ ഇറങ്ങുമ്പോൾ ഞാൻ കോളേജിലായി. എനിക്ക് ഓർമ്മ CD മൂസ കാണാൻ പോകുമ്പോ മാറ്റ്നി കാണാനോ എന്തോ പോയിട്ട് സെക്കൻഡ് ഷോയെ കണ്ട ടിക്കറ്റ് കിട്ടാനില്ല. ആദ്യത്തെ 2 ഷോയ്ക്ക് ഒന്നും ടിക്കറ്റ് ഇല്ല. അപ്പൊ അപ്പോഴേക്കും ദിലീപ് ഒരു സ്റ്റാർ ആയി. ബുക്ക് മൈ ഷോ ഒന്നുമില്ല. നമ്മളവിടെ പോയിട്ട് ഗേറ്റിന് മുമ്പിൽ ക്യൂ നിന്ന് ഗേറ്റ് തുറന്ന് അകത്ത് കയറി ക്യൂ അങ്ങനെയൊക്കെ തന്നെ കയറണം. CD മൂസ ശ്രദ്ധിച്ചാൽ അതിലാണ് ഉദിത് നാരായണനെ കൊണ്ടുവന്നു. എനിക്കൊന്ന് കാർത്തിക് പാട്ട് അതിന് മുമ്പ് മലയാളത്തിൽ വന്നത്. കാരണം ദിലീപ് അതിൽ കുറെ പേരെ കൊണ്ടുവരും. ദിലീപ് എനിക്കൊന്ന് ആശിഷ് വിദ്യാർത്ഥി ആദ്യമായിട്ടാണ് തോന്നുന്നു CD മൂസയിൽ അഭിനയിക്കുന്നത്. അതിന് തമിഴ്ന്ന് കൊണ്ടുവന്നു. അതുവരെയുള്ള ദിലീപിന്റെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് CD മൂസ. ദിലീപ് തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്തു. അത് എത്ര എനിക്കൊന്ന് അന്ന് എത്ര ലാഭം കിട്ടി? നല്ല ലാഭമാണ് ദിലീപിന്റെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് CD മൂസ കഴിഞ്ഞ് പിന്നെ തൊട്ടടുത്ത് നമ്മൾ ഇത് 2003 2004 ഇതേപോലെ തന്നെ ദിലീപ് ഒരു സിനിമ ജൂലൈ 4 ഇറങ്ങാൻ പ്ലാൻ ചെയ്തു. പക്ഷെ അന്ന് ഇറക്കാൻ പറ്റിയില്ല. അന്ന് ഒരു സിനിമാ സമരം വന്ന് കുറെ ഷൂട്ട് നീണ്ടുപോയി. ആ സിനിമ ഓണത്തിന് ഇറങ്ങേണ്ടി വന്നു. അന്ന് പക്ഷെ അത് തിയേറ്ററിൽ അത്ര വലിയ വിജയമായില്ല. അതാണ് ഇന്ന് നമ്മൾ കണ്ട് എൻജോയ് ചെയ്യുന്ന വെട്ടം. വെട്ടം ആ സമയത്ത് ഫ്ലോപ്പ് ആയിരുന്നു. വെട്ടം ശരിക്കും തിയേറ്ററിക്കലി അന്ന് വൻ നഷ്ടമല്ല, പക്ഷെ വിചാരിച്ച ലാഭം കിട്ടിയില്ല. അതെ ഇന്നും വെട്ടം കണ്ടു കഴിഞ്ഞാൽ ടിവിയുടെ മുമ്പില് വെട്ടം ഇല്ലാത്തൊരു ദിവസമില്ല. ഏഷ്യാനെറ്റില് വെട്ടം ഇല്ലാത്ത എല്ലാ ആഴ്ചയും വെട്ടം ഉണ്ടാവും ഏഷ്യാനെറ്റ് മൂവീസിൽ എടുത്ത്. അന്ന് വെട്ടം ശരിക്കും 2004 ഓണത്തിന് ഇറങ്ങിയ വെട്ടം ശരിക്കും അന്ന് തിയേറ്ററിൽ ഫ്ലോപ്പ് ആയിരുന്നു അന്നത്. കാരണം ആ വെട്ടത്തിൽ ഇല്ലാത്ത ആർട്ടിസ്റ്റുകളൊന്നും ഇല്ല. പോരാനായിട്ട് അതിന്റെ ക്ലൈമാക്സ് അത് അടിപ്പിക്കാണ്ട് അത് എടുത്തു വെച്ചത് സമ്മതിക്കണം. കാരണം അങ്ങനെ ഒരു സാധനം സത്യം പറഞ്ഞാൽ അങ്ങനത്തെ സാധനം പാളിപ്പോവാന് നല്ല ചാൻസ് ഉള്ള ഒരു സാധനമാണ്. പക്ഷെ അത് ബോറടിപ്പിച്ചില്ല. നമുക്കത് ആ കോമഡി നമുക്ക് വർക്കായി. അതൊരു അതില് ദിലീപിന്റെ ഒപ്പം അത് ശരിക്കും പറഞ്ഞാൽ ദിലീപാണ് നായകൻ എന്നുള്ളത്. നമുക്ക് ഒപ്പം മണിയുണ്ട്, കലാഭവൻ മണി. കാരണം പ്രിയദർശൻ എന്ന് പറഞ്ഞിട്ട് അതിന് മുമ്പ് കിളിച്ചുണ്ടൻ മാമ്പഴത്തില് ലാലേട്ടന്റെ കൂടെ മണീനെ വിളിച്ചിട്ട് മണിക്കന്ന് തമിഴിലെ തരക്കാരൻ ചെയ്യാൻ പറ്റിയില്ല, സലികുമാറ ചെയ്ത. അപ്പൊ വെട്ടം വന്നു കഴിഞ്ഞപ്പോ ഇത് മണി തന്നെ വേണമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളിപ്പോ ദിലീപിന്റെ വളരെ അടുത്ത സുഹൃത്താണ് മണി. ദിലീപ് പറയാറുണ്ടല്ലോ, മണി ആദർശം ഇല്ലാതെ ഞാൻ ഒരു സ്റ്റേജ് ഷോയ്ക്കും പോയിട്ടില്ല. അത് മണി മരിക്കുന്നവരെ എല്ലാ സ്റ്റേജ് ഷോയ്ക്കും മണി ഉണ്ടാവും. മണി ശരിക്കും പറഞ്ഞ നായകനായി തുടങ്ങിയ ശേഷം കുബേരനും വെട്ടം 2ലും അഭിനയിച്ചു. അതായത് ദിലീപ് വിളിച്ചാൽ വരും എന്നാണ്. കുബേരനിലും അഭിനയിച്ചു. കുബേരനിൽ ശരിക്കും സലികുമാറായിരുന്നു. സലികുമാർ മാറിയപ്പോ മണി വന്നു. ഇതിലും കലാഭവൻ മണി വന്നു. അവര് കലാഭവൻ മണി ഇല്ലാതെ നമുക്ക് ആ സങ്കല്പിക്കാൻ പറ്റില്ല വെട്ടം. പിന്നെ വെട്ടത്തിലും മറ്റേ എനിക്ക് മണിന്ന് ആലോചിക്കുമ്പോ ആ പൂ പിടിച്ചു പോണതും അന്വേഷിക്കാൻ പോണത് അലമാരയിൽ കൊടുക്കുന്നത് അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അങ്ങനത്തെ ഒരു സിനിമയ്ക്ക് ഇന്ന് ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ അത്രയധികം പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ ഇന്ന് ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അറിയില്ല. ഈ പറഞ്ഞ കൊച്ചിനെ നീഫ എല്ലാരും ഉണ്ടല്ലോ, ജഗദീഷ് ശ്രീകുമാർ. ആ മൂവി മുഴുവൻ ഒരു ലെജൻസിന്റെ ഒരു ഇതാണ്. എന്തോ ഒരു ആൾക്കാരാണ്. നെടുമുടി വേണു. അങ്ങനെ ആ വെട്ടം ആ വർഷം വെട്ടം ജൂലൈ 4 ഇറക്കാൻ പറ്റിയില്ല. പിന്നെ 2005 ജൂലൈ 4 ഇറങ്ങിയ മറ്റൊരു ഹിറ്റാണ് പാണ്ടിപ്പട. ഈ പാണ്ടിപ്പടയും ഇത് പറഞ്ഞ ഇറങ്ങിയ സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പാണ്ടിപ്പട അന്ന് വിചാരിച്ചൊരു ഒപ്പീനിയൻ വന്നില്ല, പക്ഷെ ഹിറ്റായി. പ്രകാശ് രാജ് ശരിക്കും അതിന് മുമ്പ് തുടക്കകാലത്ത് പ്രകാശ് രാജ് മലയാളത്തിൽ പ്രിൻസ്, യാത്രാമൊഴി പോലത്തെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രകാശ് രാജ് തമിഴിലും തെലുങ്കിലും
സ്റ്റാറായി വലിയ വില്ലനായി ഗില്ലി പോലത്തെ സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന പ്രകാശ് രാജിനെ ദിലീപ് കൊണ്ടുവന്നു. അതാണ് പറഞ്ഞത്, ദിലീപ് എവിടെയെങ്കിലും ദിലീപ് അതിലൊരു പുതുമ കൊണ്ടുവരാൻ നോക്കും. അത് നമുക്ക് പ്രകാശ് രാജ് അല്ലാണ്ട് ഇന്ന് ആരെയും സങ്കല്പിക്കാൻ പറ്റില്ല. അതും പ്രകാശ് രാജിന്റെ ക്യാരക്ടർ നമുക്ക് ഇപ്പൊ ഗില്ലിയില് പ്രകാശ് രാജിനെ നമ്മളിപ്പോ സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെ ഇപ്പൊ എനിക്ക് തോന്നുന്നു പാണ്ടിപ്പടയില് സെലിബ്രേറ്റ് അതില് കുറച്ച് ലവ് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില റൊമാൻസ് വരുന്നതാന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ അടിപൊളിയായിട്ട് അല്ല. പാണ്ടിപ്പടയും ഇന്ന് കാണുമ്പോ നമുക്കതിൽ എല്ലാ സീൻസ് മറ്റേ ബുവ എന്ന് വിളിച്ചിട്ടുള്ള വൺ ഓഫ് ദി ഫേവറേറ്റ് മൂവിയാണ്. ഇപ്പൊ CID മൂവീസ് ആണെങ്കിലും ഇപ്പൊ പറയുന്ന മൂവീസ് ഒക്കെ നമുക്ക് സത്യം പറഞ്ഞാല് TV-യിൽ എപ്പോ വേണമെങ്കിലും കാണാം. പക്ഷെ പാണ്ടിപ്പടം കാണാൻ ഭയങ്കര പാടാണ്. അപ്പൊ എപ്പോഴെങ്കിലൊക്കെ വരുമ്പോ ഞാനിങ്ങനെ അതിനു വേണ്ടിട്ട് ഇരിക്കാറുണ്ട്. അത്രയും എനിക്കിഷ്ടം പാണ്ടിപ്പടം മൂവീസും. സലികുമാർ രണ്ടുപേരും കട്ടൊക്കെയാണോ ഒപ്പം നിൽക്കുന്നത്? ഞാനിപ്പോ ഈ ഇത്രയും പറഞ്ഞപ്പോ എനിക്ക് ഒരു കോമൺ ഫാക്ടർ ആട്ടോ ഹരിശ്രീ അശോകൻ. എല്ലാ മൂവീസിലും കോംബോ. ഇപ്പൊ മീശമാധവലുണ്ട്, പറക്കുതളികയിലുണ്ട്, പാണ്ടിപ്പടയിലുണ്ട്, പിന്നെ വെട്ടത്തിലില്ലാന്ന് തോന്നുന്നു അല്ലെ? ജൂലൈ 4th അതെ. ഈ പറഞ്ഞ എല്ലാ സിനിമയിലും സലിംകുമാർ ഇല്ലല്ലേ? ഉണ്ടല്ലോ, സലിംകുമാർ പാണ്ടിപ്പടയിലുണ്ട്. സലിംകുമാറും ഉണ്ട്. അതെ. കാരണം അതാണ് ദിലീപ് പറയാണ്, ഇവരൊക്കെ ഒരുമിച്ചുണ്ടെങ്കിൽ ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. ഇപ്പൊ അത് എല്ലാ ആർട്ടിസ്റ്റുകളും പറയും, ഒരുമിച്ച് അഭിനയിക്കുന്ന ആളുകള് അവരും നമ്മുടെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കുന്നതാണെങ്കിൽ ഈ കൊടുക്കൽ വാങ്ങൽ. പിന്നെ ഇവരൊക്കെ ഒരുമിച്ച് സ്റ്റേജിൽ പണ്ട് പെർഫോം ചെയ്തിരുന്നാണല്ലോ. ഇവര് ഒരുമിച്ച് ഇവരുടെ ഒരു ടൈമിങ്. കാരണം ദിലീപ് എന്തെങ്കിലും പറഞ്ഞാൽ ഹരിശ്രീ അശോകനോ സലികുമാറോ എന്താണ് റിയാക്ട് ചെയ്യാൻ, തിരിച്ചു കിട്ടാൻ പോണ എന്താന്നുള്ളത് ഇവർക്ക് ഓൾറെഡി അറിയാം. ഈ ചില സീൻസ് ഒക്കെ നമ്മൾ ഇന്ന് കാണുമ്പോൾ, പ്രത്യേകിച്ച് പഞ്ചാബി ഹൗസ് പോലത്തെ സിനിമയിലൊക്കെ ദിലീപ് ചിരിക്കും. ദിലീപ് തന്നെ പറഞ്ഞല്ലോ, ഇവരുടെ പെർഫോമൻസ് കണ്ടിട്ട് എനിക്ക് ചിരി വരുന്നുണ്ട്. കല്യാണരാമന്റെ പോലത്തെ സിനിമകളിലൊക്കെ പഞ്ചാബി ഹൗസിലൊക്കെ ഇവരുടെ പെർഫോമൻസ് കണ്ടിട്ട് എനിക്കൊണ്ട് മീശമാധവലും സലീംകുമാർ കയ്യിന്നിട്ടിട്ടുള്ള കുറെ സാധനമുണ്ട്. അതിലാ ജസ്റ്റ് റിമെമ്പർ ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ആ സോഡ കുപ്പി പൊട്ടിക്കുന്നത് എനിക്കൊന്നും അതൊക്കെ സലീംകുമാർ കയ്യിന്നിട്ടതാ. അതൊന്നും കുറെ സ്ക്രിപ്റ്റിലില്ലാത്ത, ലാൽ ജോസിൽ പറഞ്ഞിട്ടുണ്ട് കുറെ സാധനങ്ങൾ സ്ക്രിപ്റ്റിലില്ലാത്തത് ആ സമയത്ത് കയ്യിന്നിട്ട് ഇംപ്രൂവൈസ് ചെയ്തിട്ടുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ ദിലീപിന് മാത്രല്ല, ഇവർക്കും ഈ ജൂലൈ 4th ഒരു പിന്നെ ജൂലൈ 4 എന്നുള്ള പേര് തന്നെ ഒരു സിനിമ ഇറങ്ങി. ആ സിനിമ ഫ്ലോപ്പായി. അതിനുശേഷം എനിക്ക് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ ജൂലൈ 4 എന്നുള്ള സിനിമ ഇന്ന് കാണുമ്പോൾ അതൊരു മോശം സിനിമയൊന്നും അല്ല, അതൊരു ത്രില്ലർ സാധനമായിരുന്നു. പക്ഷെ ആൾക്കാർ കോമഡിയാണ് പ്രതീക്ഷിച്ചു പോയത്. അത് പക്ഷെ എനിക്ക് തോന്നുന്നു ദിലീപ് എന്ന് പറയുമ്പോ ഒരു കോമഡി, പക്ഷെ അതിൽ കോമഡി കൊണ്ടുവരാൻ നോക്കിയിട്ട് സെക്കൻഡ് ഹാഫ് ഒക്കെ ഇൻട്രോയിലേക്ക് ആകുമ്പോഴേക്കും ഭയങ്കര സീരിയസിലേക്ക് പോയി ട്വിസ്റ്റ് പോയി. പിന്നെ അത് വേറെ എന്തോ ഓരോ സിനിമയ്ക്ക് ഓരോ ജാതകം പറഞ്ഞ പോലെ അന്ന് സിനിമ ഫ്ലോപ്പായി. പക്ഷെ പിന്നെ എനിക്ക് തോന്നുന്നു ജൂലൈ 4 എന്ന് പറഞ്ഞ ഒരു ഡേറ്റ് വെച്ചിട്ട് പിന്നെ അങ്ങനെ ദിലീപ് അങ്ങനെ സിനിമകളൊന്നും അങ്ങനെ. എനിക്കൊന്ന് ചെസ് ജൂലൈയിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്, പക്ഷെ അതൊന്നും ജൂലൈ 4 അല്ലാന്ന് തോന്നുന്നു. പിന്നെ ആ ഒരു ഡേറ്റിനെ വിശ്വസിച്ചിട്ട് അങ്ങനെ റിലീസ് ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പോഴും ജൂലൈ 4 എന്ന് പറയുമ്പോൾ ഈ നമ്മൾ ഈ പറഞ്ഞ പറക്കം തള്ളിക. പക്ഷെ നമുക്ക് ഇനി പ്രതീക്ഷിക്കാം എങ്ങാനും ദിലീപിന് വീണ്ടും ജൂലൈ 4. ഇപ്പൊ കുറെ നാളുകൾക്ക് ശേഷം പ്രിൻസ് ആൻഡ് ഫാമിലിയിലൂടെ കുഴപ്പമില്ലാത്തൊരു തിരിച്ചുവരവ്. ഞാൻ പറഞ്ഞ ദിലീപ് ഈ പറഞ്ഞ പോലെ തന്നെ കോമഡി തന്നെ ചെയ്യണം. അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള കോമഡികളിലേക്ക് വന്നാൽ കോമഡിയെ വെല്ലാൻ ദിലീപിനെ വെല്ലാൻ ഇല്ല. അതായത് ദിലീപിന്റെ ഒരു സ്പേസ് ദിലീപിന് ഉണ്ട്. എന്താ പ്രിൻസ് ആൻഡ് ഫാമിലിനാണെങ്കിലും ആ ജെസ്സി മമ്മിയുടെ സീനൊക്കെ അല്ലേ, അതൊക്കെ ദിലീപ് ചെയ്തതില്ലേ ഒക്കെ നമുക്ക്. എനിക്ക് ആ സാധനം കണ്ടപ്പോഴില്ലേ എനിക്ക് തോന്നിയത് എന്താണോ ദിലീപിന്റെ അപ്പത്തെ ഇമോഷൻ അതെനിക്ക് ഫീൽ ചെയ്യാൻ പറ്റി. പിന്നെ ഇമോഷനും അതെ, കോമഡി മാത്രമല്ല ഇമോഷനിലും ഈ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ക്ലൈമാക്സിൽ വരുന്ന ആ ഇമോഷനിലും ദിലീപ് നമുക്കൊരു ഫീല് വരും. എനിക്ക് ഇപ്പൊ ഇത് പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു ടൈപ്പ് മൂവി വരാത്തോണ്ടായിരിക്കും എല്ലാവരും എക്സ്പെക്ട് ചെയ്തത്. എല്ലാവരും ദിലീപിനോട് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു കോമഡി ഫാമിലി സിനിമകൾ, അതായിരിക്കും ദിലീപിന്റെ അല്ലാത്ത വന്ന സിനിമകൾ അങ്ങനെ സ്വീകരിക്കപ്പെടാതെ പോയത്. അപ്പൊ എന്തായാലും ഇപ്പൊ ജൂലൈ നല്ല സിനിമകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പൊ സനയുടെ ഫേവറേറ്റ് സിനിമ ഏതാ? പാണ്ടിപ്പട. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ പാണ്ടിപ്പട. അപ്പൊ ഇനി ഓഡിയൻസ് പറയട്ടെ അവരുടെ ഈ പറഞ്ഞ ഫേവറേറ്റ് സിനിമ ഏതാണുള്ളത്. അതേപോലെ നിങ്ങൾക്കും ഇനിയും ദിലീപിന്റെ ജൂലൈ 4 ദിലീപിന്റെ മൂവീസ് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങളും കമന്റ് ചെയ്യണം. കുറെ മൂവീസ് വരാനുണ്ടല്ലോ. ദിലീപ് മാത്രമല്ല ഈ പറയുന്ന ലാൽ ജോസ്, റാഫി മെക്കാട്ടൻ, ഈ ഒരു കോംബോ ഉണ്ടല്ലോ, ജോണി ആന്റണി. അപ്പൊ ജോണി ആന്റണി ഇപ്പൊ നടനായി ഈ കോംബോ വരണം. ഞാൻ പറഞ്ഞു ഇവരൊക്കെ വീണ്ടും ഡയറക്ട് ചെയ്ത് ദിലീപിനെ വെച്ചുള്ള സിനിമകൾ വരണം. അപ്പൊ നമുക്കത് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.